2011 ഫെബ്രുവരി 1 കൊച്ചി ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയായിരുന്ന സൗമ്യ എന്ന 23 വയസ്സുകാരിയായ സ്ത്രീയെ ഗോവിന്ദച്ചാമി ക്രൂരപീഡനത്തിന് ഇരയാക്കി. ഫെബ്രുവരി 6 തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൗമ്യ മരിച്ചു. ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങളിലേക്കും സ്വപ്നങ്ങളിലേക്കും കാലെടുത്തു വെക്കാൻ പ്രായമായി തുടങ്ങുമ്പോഴേ ആ പ്രിയപ്പെട്ട സ്ത്രീയെ പീഡനത്തിനിരയാക്കി തൻ്റെ ദേഹേച്ഛകൾക്ക് വേണ്ടി ഗോവിന്ദസ്വാമി ലോകത്തു നിന്ന് വിട പറയിപ്പിച്ചു. പിന്നീട് അങ്ങോട്ട് മനുഷ്യമൃഗമെന്ന പേരിൽ കുപ്രസിദ്ധമായി പിന്നീട് അദ്ദേഹത്തിൻ്റെ വാർത്തകൾ പ്രചരിച്ചു. വർഷങ്ങൾക്കപ്പുറം ഇന്നലകളുടെ പ്രഭാതത്തിൽ 2025 ജൂൺ 25 ശനി, ഞെട്ടൽ മാത്രമല്ല ഭീതി പടർത്തുന്ന വാർത്തകൾക്കൊപ്പമായിരുന്നു കേരളം ഉണർന്നത്. നാണക്കേടെന്ന് പറയട്ടെ, സുരക്ഷാ സംവിധാനങ്ങൾ അത്രമേലുണ്ടെന്ന് സ്വയം നടിച്ചിരുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് ആ മനുഷ്യൻ ചാടിയത്. എന്നതിൻ്റെ കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ രക്ഷാധികാരികളെല്ലാം ഓണക്കുടിൻ്റെ പടുകൂറ്റതയിലേക്ക് ആയിറങ്ങിയിരിക്കുകയാണ്. ഒപ്പം സർക്കാരും. ജയിൽ ചാടുന്നതിൻ്റെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഗോവിന്ദച്ചാമി ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. ജയിൽ ചാടി പുറത്തെത്തിയാൽ ആളുകൾ വേഗത്തിൽ തിരിച്ചറിയാതിരിക്കാൻ താടി വളർത്താൻ തീരുമാനിച്ചു. തടവ് പുള്ളികൾക്ക് താടി വളർത്താൻ അനുവാദമുണ്ടായിരുന്നില്ല. ഷേവിംഗ് സെറ്റ് അലർജിയാണെന്ന പരാതി വളർന്നു താടി വളർത്താനുള്ള സ്പെഷ്യൽ അനുവാദം ചോദിച്ചു വന്നു. ചാടാനുള്ള എടുക്കത്തിനു വേണ്ടി ഭാരം കുറക്കാൻ ചോറ് ഒഴിവാക്കി. പിന്നീട് അങ്ങോട്ട് ചപ്പാത്തി മാത്രം ഭക്ഷിക്കാൻ തുടങ്ങി. സെല്ലിൻ്റെ അഴികൾ മുറിക്കാൻ ബ്ലേഡ് സംഘടിപ്പിച്ചു. ജയിലിലെ മതിൽ ചാടാൻ വടം പോലെ ഉപയോഗിക്കാൻ അലക്കിയിട്ട പുതപ്പുകൾ നശിപ്പിച്ചു കരുതി വെച്ചു. പുറത്തു കിടക്കുമ്പോൾ ധരിക്കാൻ കറുത്ത പാൻറ്റും ഷർട്ടും സംഘടിപ്പിച്ചു. ചാടാൻ സൗകര്യത്തിനു മതിലിനടുത്ത് പലയിടത്തായി പ്ലാസ്റ്റിക് വാട്ടർ ഡ്രമ്മും വീപ്പകളും തയ്യാറാക്കി വെച്ചു. കോരിച്ചൊരിയുന്ന മഴയും കോരിക്കരിപ്പിക്കുന്ന ഇടിയും ഇതാണ് പറ്റിയ അന്തരീക്ഷമെന്ന് ഗോവിന്ദസ്വാമി മനസ്സിലായി. ചാടാൻ തയ്യാറെടുക്കുന്നു. സെല്ലിൻ്റെ 6 അഴികൾ ഹാക്സോ ബ്ലേഡ് വെച്ചു നേരത്തെ മുറിച്ചു വെച്ചിരുന്നു. ഇവ ഇളക്കി മാറ്റി 1:15 പുറത്തു കടന്നു. ഇവിടെ നിന്ന് നേരെ ക്യാൻറ്റീനിലെത്തി 3 മണിക്കൂറോളം ഇവിടെ അകപ്പെട്ടു. പിന്നീട് ജയിൽ വളപ്പിലെ തെക്കുഭാഗത്ത് പ്രധാന മതിലിനരികിലെത്തി. മതിലിലേക്ക് കയറാൻ ഒരു പ്ലാസ്റ്റിക് വാട്ടർ ഡ്രമ്മും അതിനു മുകളിൽ വീപ്പയും അതിനു മുകളിൽ തെങ്ങുകയറ്റ യന്ത്രവും വെച്ചു. മതിലിന് മുകളിലെ 1.5 മീറ്റർ ഉയരമുള്ള കമ്പിവേലിയിൽ 1 വർഷത്തോളമായി വൈദ്യുത പ്രവാഹമില്ല. കയ്യിൽ കരുതിയ തോർത്തും പുതപ്പും ചേർത്തുകെട്ടി കമ്പിവേലിയിൽ കെട്ടി പുറത്തേക്കിട്ടു. ഇത് മതിലിൻ്റെ പകുതിയോളമേ ഉള്ളൂ. അതിലൂടെ ഊർന്നിറങ്ങി താഴത്തേക്കു ചാടി. ഏകദേശം പ്രഭാതത്തിൻ്റെ പ്രതാപകിരണങ്ങൾ പ്രകാശം പരത്തി പ്രഭാതം വിടർത്തുന്നതിന് മുമ്പേ ചാമി എന്ന കുപ്രസിദ്ധ മനുഷ്യൻ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. പിന്നീട് അങ്ങോട്ട് ആശങ്കപ്പെടുത്തുന്ന ഭീതിജനകമായ അന്തരീക്ഷം. ജയിൽ രക്ഷാധികാരികളും നാട്ടുകാരും നാടുനീളെ പരതിക്കൊണ്ടിരുന്നു. 2-3 മണിക്കൂറിനകം അദ്ദേഹത്തെ ലഭിച്ചെങ്കിലും ഒരുപാട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി ജനങ്ങൾ ഇന്നും കൈനീട്ടുന്നുണ്ട്. മറുപടിയില്ലാത്ത 1000 ചോദ്യങ്ങൾക്ക് മുമ്പിൽ സർക്കാർ നാണിച്ച് ലജ്ജാവഹമായി ഇരിപ്പാണ്. ഒറ്റക്കൈ മാത്രമുള്ളയാൾ കണ്ണൂർ സെൻട്രൽ ജയിൽ സുരക്ഷാ സംവിധാനത്തിൽ നിന്ന് എങ്ങനെ പുറത്തു കടന്നുവെന്ന് വളരെയധികം ഭീതിപ്പെടുത്തുന്ന ചോദ്യം. കൊടും ക്രിമിനലായ ഒരു കൈ മാത്രമുള്ളയാൾ തടവറയുടെ കമ്പിവേലി മാത്രമല്ല മുറിച്ചത്, ആഭ്യന്തര വകുപ്പിൻ്റെ മേനുപറച്ചിൽ കൂടിയാണ്. ഇനിയെങ്കിലും തിരുത്തേണ്ടത് തിരുത്താനുള്ള ആർജവം സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും ഉണ്ടാകണം. വീഴ്ചക്ക് പേരിനൊരു ഉത്തരവാദിയോ നടപടിയോ പോരാ. സിസ്റ്റം എവിടെയാണ് തോറ്റുപോയതെന്ന് കണ്ടെത്തുക തന്നെ വേണം. അത് തിരുത്താവുന്ന തീരുമാനങ്ങൾ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്.
മറുപടി കിട്ടാത്ത, ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾക്ക് മുമ്പിൽ ജനങ്ങൾ ഇന്നും ഇപ്പോഴും ഈ നിമിഷവും പ്രതീക്ഷാപരമായ പരിഹാരങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പാണ്. ഇനിയെങ്കിലും സിസ്റ്റത്തിൻ്റെ പോരായ്മ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുമെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു.